രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറിയത്. ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കൾക്കും ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയമായിരുന്നു താരം നേടിയത്. ഒരളവ് വരെ പ്രഭാവമായിരുന്നു നടന്റെ വിജയത്തെ സ്വാധീനിച്ചത്. ജയിച്ചു കഴിഞ്ഞ് വൈകാതെ തന്നെ സുരേഷ് ഗോപിയെ തേടി കേന്ദ്ര സഹമന്ത്രി പദവിയും എത്തി. എം.പിയായും കേന്ദ്രമന്ത്രിയായും സുരേഷ് ഗോപി ഒരു വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് ആളുകൾ. ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സുരേഷ് ഗോപി വരുമോ എന്ന ചോദ്യത്തിനും ആളുകൾ പലതരം ഉത്തരം നൽകുന്നുണ്ട്. നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ പ്രതികരിക്കാറുണ്ട്. നടനെ അനുകൂലിച്ചുള്ള കമന്റുകൾ ഇങ്ങനെയാണ്: സുരേഷ് ഗോപി കേരള മുഖ്യമന്ത്രിയായാൽ കള്ളവും കപടവും ഇല്ലാത്ത ഒരു നല്ല ഭരണം കാഴ്ചവെക്കും. അഴിമതി, സ്വജനപക്ഷപാതം, സ്ത്രീകൾക്ക് സുരക്ഷ, കുട്ടികൾക്ക് സുരക്ഷ, രാജ്യത്തിന്റെ പുരോഗതി, പ്രത്യേകിച്ച് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കും. എല്ലാവർക്കും നീതി ഉറപ്പാക്കും. അദ്ദേഹത്തിന് കള്ളത്തരം ചെയ്യാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് മറ്റുള്ളവരെ ചതിക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം എന്ന സ്വഭാവം അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതായിരിക്കും. പക്ഷേ അദ്ദേഹം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ നല്ലത്. പക്ഷേ കേരളത്തിന് അത് സംഭവിക്കും എന്നുള്ളതാണ്. ഇവിടെ ബി.ജെ.പി. സർക്കാർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ബി.ജെ.പി. വന്നാൽ തന്നെ സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആക്കുമോ എന്ന് ഉറപ്പുണ്ടോ? ഇനി വന്നാൽ കേരളത്തിൽ തീർച്ചയായും ഗുണമുണ്ടാകും. കക്ഷി രാഷ്ട്രീയത്തിന് പുറമെ പുള്ളി എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ആളാണ്. അദ്ദേഹം എസ്.എഫ്.ഐയുടെ ഒരു നേതാവായിരുന്ന കാലം കോളേജിലുണ്ടെന്നാണ് പറയുന്നത്. വന്നാൽ കൊള്ളാമെന്ന അഭിപ്രായം എന്നൊരു മറ്റൊരാളും പറഞ്ഞു. സുരേഷ് ഗോപിയെക്കൊണ്ട് അത് പറ്റില്ലെന്നായിരുന്നു ഒരാളുടെ വിമർശനം. അദ്ദേഹം സിനി ഫീൽഡിൽ നിന്ന് മരത്തിന് ചുറ്റും പാട്ടുപാടി ലാവിഷായിട്ട് കളിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെച്യൂരിറ്റി അദ്ദേഹത്തിനില്ല. വേറെ വല്ല ആടാനോ പാടാനോ കൈ കാണിക്കാനോ പോലീസ് കമ്മീഷണറായി അഭിനയിക്കാനോ അതിനൊക്കെ നമ്പർ 1. പക്ഷേ ഭരണാധികാരിയായി പറ്റില്ല. ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചാൻസ് കൊടുത്താൽ കുളമാകും എന്നുറപ്പ്. പണ്ടത്തെ രാഷ്ട്രീയക്കാരനല്ലേ ഇ.എം.എസ്, മേയറും ഇന്ദിരാഗാന്ധി, ഇവരൊക്കെ പൊളിറ്റിക്കൽ ഇറങ്ങി പഠിച്ചവരാണ്.